റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ നടക്കും. അലാസ്ക ചർച്ചയ്ക്ക് പിന്നാലെ ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിളിച്ചു. നാറ്റോ രാജ്യങ്ങളുടെ നേതാക്കളുമായും ട്രംപ് സംസാരിച്ചു. ട്രംപിന്റെ നീക്കത്തിൽ നന്ദി അറിയിച്ച സെലൻസ്കി വാഷിംഗ്ടണിൽ ചർച്ചയ്ക്കെത്തുമെന്ന് പ്രതികരിക്കുകയും ചെയ്തു. റഷ്യ യുക്രൈൻ അതിർത്തിയിൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരുമെന്ന് ട്രംപ് സെലൻസ്കിയെ അറിയിക്കുമെന്നാണ് സൂചന. യുക്രൈൻ പങ്കെടുക്കാത്ത ചർച്ചയിലെ തീർപ്പ് അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് സെലൻസ്കി ഉള്ളത്. യുക്രൈന്റെ നടപടികൾ റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് പുടിൻ അലാസ്ക ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു. അതേസമയം അലാസ്ക ചർച്ചയിൽ വെടിനിർത്തലിന് ധാരണയായില്ല, മറ്റ് പല കാര്യങ്ങളിലും ധാരണയായി എന്ന് നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. യുക്രൈൻ സഹോദര രാജ്യമാണ് എന്ന് ചർച്ചയ്ക്ക് ശേഷം പുടിൻ പറഞ്ഞു. ട്രംപിനെ പുടിൻ മോസ്കോയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോയി ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ ഡൊണാൾഡ് ട്രംപിന് ലോക സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളും ഇതോടൊപ്പം വ്യാപകമായി നടക്കുന്നുണ്ട്.